ഇടിമിന്നൽ ഏറ്റുകൊണ്ടുള്ള അപകട മരണങ്ങളെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഇടിമിന്നലിന്റെ ഉത്ഭവം, അല്ലെങ്കിൽ ഈ ലൈറ്റിംഗ് ആൻഡ് തണ്ടർ സ്റ്റോംസിന്റെ ഒറിജിൻ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ മേഘത്തിൽ ഒരുപാട് ഐസ് പാർട്ടിക്കിൾസ് അതുപോലെ വാട്ടർ പാർട്ടിക്കിൾസും ഉണ്ട്. സോ ശക്തമായ വായുപ്രവാഹങ്ങൾ അല്ലെങ്കിൽ എയർ കറൻസ് കാരണം ഇവർ പരസ്പരം റബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് പരസ്പരം റബ്ബ് ചെയ്താൽ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് ഐസ് പാർട്ടിക്കിൾസും വാട്ടർ പാർട്ടിക്കിൾസും ഈ എയർ കറൻസ് കൊണ്ട് ഇങ്ങനെ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ മേഘത്തിൻ്റെ താഴെ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. സോ മേഘത്തിന് താഴെ ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചാർജാണ്. അപ്പോൾ ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് എർത്തിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ മേഘത്തിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ മേഘത്തിൻ്റെ താഴ്ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ട്, എർത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന വായു പൊതുവേ ഒരു ഇൻസുലേറ്റർ ആണ്. അതായത് ഇലക്ട്രോണെ കടത്തി വിടില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. പക്ഷേ ഈ സ്ട്രോങ് ചാർജ് സെപ്പറേഷൻ കാരണം, മേഘത്തിലെ നെഗറ്റീവ് ചാർജും എർത്തിലെ പോസിറ്റീവ് ചാർജും ഈ സ്ട്രോങ് ചാർജ് സെപ്പറേഷൻ കാരണം അതുവരെ ഇൻസുലേറ്റർ ആയിക്കൊണ്ടിരുന്ന അറ്റ്മോസ്ഫിയർ പെട്ടെന്നൊരു കണ്ടക്ടർ ആയിട്ടാണ് മാറും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കും, ദർ വിൽ ബി ഇലക്ട്രിസിറ്റി. അതാണ് നമ്മൾ കാണുന്ന മിന്നൽ. ഈ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ 33,000 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ വായു ചൂടാകുന്നത്. അപ്പോൾ ഈ പെട്ടെന്നുള്ള ഒരു ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് മുഖേന ഈ വായു പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പ്ലോഡ് ചെയ്യാൻ കാരണമാകും. സോ അതാണ് നമ്മൾ ഈ കേൾക്കുന്ന ഈ എക്സ്പ്ലോഷൻ സൗണ്ടാണ് ഇടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തണ്ടർ സ്റ്റോം. അപ്പോൾ എങ്ങനെയാണ് ഒരു മിന്നൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു തണ്ടർ സ്റ്റോം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇടിമിന്നൽ എന്നുള്ളത് ഒരു ലാർജ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓൾമോസ്റ്റ് 300 മില്യൺ വോൾട്ടാണ് നമ്മളെ ഇടിമിന്നൽ ഏൽക്കുമ്പോൾ എർത്തിലോട്ട് വരുന്നത്. അപ്പോൾ അതിൽ ചില പ്രിക്കോഷൻസ് നമുക്ക് എടുക്കേണ്ടതുണ്ട് ഇടിമിന്നലിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ ഒരു തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലൊന്നും നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അഥവാ തുറസായ സ്ഥലത്താണ് നിങ്ങൾ പെട്ടുപോയിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്രൗച്ചിങ് പൊസിഷനിലിരിക്കുക, അതായത് ഒരു ചുരുണ്ടുകൂടി നിൽക്കുക. അത്രയും ബോഡി സർഫസ് ഏരിയ നമുക്ക് കുറക്കാൻ പറ്റും, ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾ കാറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, കാരണം കാർ ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്, നമ്മളെ ഇലക്ട്രിസിറ്റി ഉള്ളിലോട്ട് കടത്തി വിടുന്നത് തടയും എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുക. ഓക്കെ, വീട്ടിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ചുമരിനോട് അടുത്ത് നിൽക്കാതിരിക്കുക, വിൻഡോനോട് അടുത്ത് നിൽക്കാതിരിക്കുക, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒന്നും തൊടാതിരിക്കുക ആ സമയത്ത് എന്നുള്ളതാണ്. മൊബൈൽ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, ഒരുമിച്ച് നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യുക, ചെരുപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തൊടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇടിമിന്നൽ ഏറ്റാലുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് നമ്മൾ ഒരാൾ മയക്കത്തിലാണെന്നുണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറി പൊസിഷനിലോട്ട് കിടത്താം. ഇനി പൾസ് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ CPR കൊടുക്കേണ്ടതായിട്ടുണ്ട്. എമർജൻസി ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ അയാളെ രക്ഷിക്കാനുള്ള നടപടികൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പൊള്ളലേറ്റ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യാം, റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമുക്ക് കഴുകാവുന്നതാണ്. ഇപ്പോൾ ഒരു ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും ഇതൊരു ലാർജ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ആണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് ഏൽക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അതുപോലെ ഫസ്റ്റ് എയ്ഡും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യാം.